കറസ്പോണ്ടന്റ് ക്രിസ്റ്റി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഹലോ ക്രിസ്റ്റി, നിങ്ങൾക്ക് കേൾക്കാമോ? ചെറിയൊരു കണക്ഷൻ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. സ്വന്തമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ക്രിസ്റ്റി ഉള്ളത്. നമുക്ക് അങ്ങോട്ട് പോകാം. ഹലോ ഹലോ, ഇന്ന് പുലർച്ചെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിന്. ക്രിസ്റ്റി ഞാനൊന്ന് തടസ്സപ്പെടുത്തുന്നു. അതിദാരുണമായി ഈ സംഭവം നടന്നത് ഇന്ന് പുലർച്ചെയാണ്. നമ്മുടെ ചാനൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ദൃശ്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നൊടിയിടയിൽ ശരവേഗത്തിൽ നമുക്ക് ക്രിസ്റ്റിയിലേക്ക് പോകാം. ഇന്ന് പുലർച്ചെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിന്. അപ്പോഴാണ് കുമാരൻ നമ്മളെ ഇവൻ ക്രിസ്റ്റി അങ്ങോട്ട് മംഗളത്തേക്ക് പോയിട്ടുണ്ട്. അവനോട് പറയാം എന്തെങ്കിലും ഒരു ഫൂട്ടേജ് എടുക്കാൻ. പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ടിൽ കുഞ്ഞ് കളിക്കുന്ന ഒരു ഫുട്ടേജ് എടുത്ത് നിൽക്ക്, ബാക്കി പിന്നെ വിളിച്ച് പറയാമെന്ന്. ഇതിപ്പോൾ കുറച്ച് മുമ്പ് അവനോട് കളിക്കുന്നുണ്ടായി, കൊച്ചൊക്കെ കളിക്കുന്നുണ്ടായിന്. ഇപ്പോൾ അവൻ വീട്ടിനുള്ളിലോട്ട് പോയി തോന്നുന്നു. നിങ്ങൾ കാര്യം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വാട്സാപ്പ് അയച്ചാൽ ഞാൻ അതെന്താന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്യാം. അപ്പോൾ ക്യാമറമാൻ ഇല്ലാതെ സ്പോട്ടിൽ നിന്നും ക്രിസ്റ്റി. കേരളത്തുള്ള ഒരു കുട്ടിയെ അതിദാരുണമായി തട്ടിക്കൊണ്ടുപോയെന്ന് പറയപ്പെടുന്ന ആ ഒരു വാർത്തയുടെ വിശദാംശങ്ങളിൽ അതിൻ്റെ വാസ്തവം എന്താണെന്ന് അറിയാനുള്ള ഇതിൽ നമ്മൾ ഒരു കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് കുട്ടിയുടെ തന്നെ ചോദിക്കാം. കുട്ടിക്ക് എന്ത് പറയാനുള്ളത്? ഓവർ നിർത്താതെയുള്ള ഓട്ടം തന്നെ. ക്രിസ്റ്റി അവിടെ ഓടുന്ന ദൃശ്യങ്ങൾ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. കാര്യമായിട്ട് എന്തോ തുമ്പ് കിട്ടി കാണും. കേരളക്കരയാകെ കോളിളക്കം സൃഷ്ടിച്ച കേരളത്തെ കേസിനെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ മാഡം? കണ്ടനാ സാർ, ഈ കേസ് നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. ആ സ്ത്രീ എന്നെ കൊത്തുമെന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഈ പാനിന്ത് ഞാൻ ഫീൽഡ് വർക്കിന് പോയിട്ടുണ്ട്. ഇതുപോലെ അനുഭവം എവിടെ ഉണ്ടായിട്ടില്ല. നമുക്കൊന്ന് കേസ് മാറ്റിപ്പിടിച്ചേക്കാം. നിങ്ങൾ